മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിക്കാൻ ബിജെപി നേതാക്കൾ കോഴ വാങ്ങിയതായി കണ്ടെത്തി. ബിജെപി സംസ്ഥാന നേതൃത്വം നിയോഗിച്ച രണ്ടംഗ കമ്മീഷന്റേതാണ് കണ്ടെത്തൽ. ബിജെപി സഹകരണ സെൽ കൺവീനർ RS വിനോദ് 5 കോടി 60 ലക്ഷം വാങ്ങിയെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. വർക്കല SR ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ R ഷാജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. റിപ്പോർട്ടിൽ ബിജെപി ജനറൽ സെക്രട്ടറി MT രമേശിന്റെ പേരും പരാമർശിക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങൾ KG ദിനകർ നൽകും. ദിനകർ, ഈ രണ്ടംഗ കമ്മീഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തലിൽ, റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അരുൺ, വർക്കലയിലുള്ള SR ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിലുള്ള അംഗീകാരം ലഭിക്കാനാണ് BJP നേതാക്കൾക്ക് 5 കോടി 60 ലക്ഷം രൂപ കോഴ നൽകിയത്. ഈ വാർത്തയാണ് ഇപ്പോൾ ഇതിന്റെ റിപ്പോർട്ടാണ് കമ്മീഷൻ അന്വേഷണം നടത്തി ഇതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 15 കോടിയായിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യ ഗഡുവായിട്ടാണ് 5 കോടി 60 ലക്ഷം രൂപ നൽകിയത്. വർക്കല SR ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമ R ഷാജിയാണ് പണം നൽകിയത്. എന്നാൽ കാര്യം നടക്കാതെ വന്നതിനെ തുടർന്ന് ഷാജി BJP നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ BJP സഹകരണ സെൽ കൺവീനർ RS വിനോദിനാണ് ഷാജി പണം കൈമാറിയത് എന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പണം കൈപ്പറ്റിയതായി വിനോദ് സമ്മതിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ പണം ദില്ലിയിലുള്ള ഇടനിലക്കാരൻ സതീഷ് നായർക്ക് കുഴൽപ്പണമായാണ് കൈമാറിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പണം കൊടുത്തിട്ടും കാര്യം നടക്കാതെ വന്നതോടെയാണ് ഷാജി BJP നേതൃത്വത്തിന് പരാതി നൽകിയത്. KP ശ്രീശൻ, AK നസീർ എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ കമ്മീഷനാണ് പരാതി അന്വേഷിച്ചത്. 6 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും ദില്ലിയിലുള്ള സതീഷ് നായരിൽ നിന്ന് ടെലിഫോണിൽ വിവരങ്ങൾ ശേഖരിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മെഡിക്കൽ കോളേജിനുള്ള അംഗീകാരം ലഭിക്കാതെ വന്നതോടെ NDAയുടെ സഖ്യകക്ഷിയായ BDJS നേതൃത്വവുമായും ഷാജി ബന്ധപ്പെട്ടു. അതോടെ BDJS നേതൃത്വവും വിഷയത്തിൽ ഇടപെട്ടു. BJP ജനറൽ സെക്രട്ടറി MT രമേശിന്റെ പേരും പരാതിക്കാരൻ താൻ കമ്മീഷൻ മുൻപാകെ BJP കമ്മീഷൻ മുൻപാകെ നൽകിയ മൊഴിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ചെർപ്പുളശ്ശേരിയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി ലഭിക്കാൻ MT രമേശ് 5 കോടി വാങ്ങിയ കാര്യം തനിക്ക് അറിയാമെന്നാണ് ഷാജി മൊഴി നൽകിയിരിക്കുന്നത്. ഇടപാട് സതീഷ് നായർ വഴിയായിരുന്നുവെന്നും ഷാജി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട്, അതായത് BJP നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെ BJP നേതാക്കൾ കോഴ വാങ്ങിയതായി തെളിഞ്ഞിരിക്കുന്നു. ഇത് BJPയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ ഇതുവരെ BJP നേതൃത്വം തയ്യാറായിട്ടില്ല. BJP ചെന്നുപെട്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നേതാക്കളുടെ മൗനം ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. KG ദിനകർ വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതിനായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭ്യമാക്കാം എന്ന് ഉറപ്പു നൽകി കോഴ കൈപ്പറ്റിയ BJP നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിഷയം BJPയുടെ പാർട്ടി കമ്മിറ്റി അന്വേഷിക്കേണ്ട വിഷയമല്ല എന്നും കോടിയേരി പറഞ്ഞു. കേന്ദ്രഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിവ് നടത്തുന്നു എന്ന് BJPക്ക് അകത്ത് തന്നെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എഴുതി കൊടുത്തുകൊണ്ടുള്ള ആരോപണം തന്നെ ചില BJP നേതാക്കന്മാർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് തന്നെ ഒരു കമ്മിറ്റിയെ ഇതിൽ നിശ്ചയിക്കേണ്ടി വന്നു. കമ്മിറ്റി അന്വേഷിച്ച ആരോപണത്തിന് വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ആക്ഷേപത്തിൻ്റെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇതൊരു നിയമാനുസൃതമായ അന്വേഷണത്തിന് വിധേയമാക്കണം. അഴിമതി എന്നുള്ളതൊരു പാർട്ടി അന്വേഷിച്ച് മൂടിവെക്കേണ്ടുന്ന കാര്യമല്ല. BJP നേതാക്കൾക്കെതിരെ ഉയർന്ന മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിന് അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നതിനും കൂടുതൽ MBBS സീറ്റുകൾ തരപ്പെടുത്തി കൊടുക്കുന്നതിനും BJP നേതാക്കൾക്ക് കോടികൾ നൽകി എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് BJP തന്നെയാണ് ഉൾപാർട്ടി അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിലെ ഭരണത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് BJP നേതാക്കൾ നടത്തുന്ന വ്യാപകമായ അഴിമതിയാണ് ഇതുവഴി പുറത്തുവരുന്നത്. മുൻപ് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ പമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയിരുന്നു. BJPയുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആക്രമണത്തിന് ഇരയായ നടിയെ സ്വഭാവഹത്യ ചെയ്ത് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ സമകാലിക മലയാളം വാരികയുടെ ഓൺലൈൻ പോർട്ടലിന് അനുവദിച്ച അഭിമുഖത്തിനിടെയാണ് സെൻകുമാർ നടിയെ തേജോവധം ചെയ്തത്. അഭിമുഖത്തിൽ പല ഭാഗത്തും കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് സെൻകുമാർ നടത്തുന്നത്. സെൻകുമാറിന്റെ വിവാദ അഭിമുഖത്തിന്റെ ശബ്ദരേഖയുടെ പൂർണ്ണരൂപം പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാരിക പ്രസിദ്ധീകരിച്ചത് എന്ന് സെൻകുമാർ പറഞ്ഞത് കളവാണ് എന്ന് ഇതോടെ ബോധ്യപ്പെടുകയാണ്. ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ,
താൻ പറയാത്ത കാര്യങ്ങൾ കുത്തിത്തിരുകയായിരുന്നു ഈ വാരികയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. കടുത്ത വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ സ്പഷ്ടമായി രണ്ട് സ്പഷ്ടമായി ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് എടുത്തു പറയുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അരുൺ, പൾസർ സുനിയുടെ ആക്രമണത്തിനിരയായ നടിയെ വ്യക്തിപരമായി തേജോധം ചെയ്യുന്ന തരത്തിലുള്ള സെൻകുമാറിന്റെ ശബ്ദശകലമാണ് പുറത്തായിരിക്കുന്നത്. ആക്രമണത്തിനിരയായ നടിക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് വരുന്ന തരത്തിലുള്ള സംഭാഷണമാണ് സെൻകുമാർ അഭിമുഖ സംഭാഷണത്തിനിടെ നടത്തുന്നത്. സമകാലികം മലയാളത്തിന്റെ വീക്കിലി ഓൺലൈൻ പോർട്ടലിന്റെ ലേഖകൻ PS റംഷാദുമായുള്ള അഭിമുഖത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ സെൻകുമാറിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു. ആ ഫോൺ കോളിനിടെ ആണ് ഇത്തരത്തിൽ സെൻകുമാർ ഫോണിൽ സംസാരിക്കുന്ന ആളോട് നടിയുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സെൻകുമാർ സംസാരിക്കുന്നത്. വളരെ തരം താഴ്ന്ന രൂപത്തിലാണ് സെൻകുമാർ സംസാരിക്കുന്നത്. അതിന്റെ ഏതാണ്ട് 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള സെൻകുമാറിന്റെ അഭിമുഖ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം കൈരളി പീപ്പിളിന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇരയ്ക്കൊപ്പം നിലകൊള്ളുക എന്ന നിലപാടാണ് ആദ്യം മുതൽ തന്നെ ഈ കാര്യത്തിൽ കൈരളി എടുത്തു പോകുന്നത് എന്നതിനാൽ ആ വിവാദ സംഭാഷണം സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്നതാണ് നമ്മൾ പൊതുവിലെടുത്തിരിക്കുന്ന എഡിറ്റോറിയൽ തീരുമാനം. പുറത്തു വന്നതിനേക്കാൾ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശമാണ് TP സെൻകുമാർ അഭിമുഖത്തിൽ ഉടനീളം നടത്തുന്നത്. ആദ്യം ഈ അഭിമുഖ സംഭാഷണം വിവാദമായതോടുകൂടി TP സെൻകുമാറിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഫോൺ സംഭാഷണം വിവാദമായതോടുകൂടി താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സെൻകുമാറിന്റെ വാദം. എന്നാൽ ഇപ്പോൾ പുറത്തായിരിക്കുന്ന ശബ്ദരേഖ പുറത്തായിരിക്കുന്നതോടുകൂടി സെൻകുമാർ പറഞ്ഞത് കളവാണെന്ന് തെളിയുകയാണ്. എന്തായാലും നടിക്കെതിരെ സെൻകുമാർ നടത്തിയിരിക്കുന്ന അധിക്ഷേപകരമായ പരാമർശത്തിനെതിരെ വരും ദിവസങ്ങളിൽ ചില സംഘടനകൾ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കൂടി ഇതിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. അരുൺ. S. ജീവൻകുമാർ വിവരങ്ങൾ നൽകിയത്. കോവളം MLA A. വിൻസെന്റിനെതിരെ പോലീസ് കേസെടുത്തു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗത്തെ DGP ചുമതലപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വിൻസെന്റിനെതിരെ കേസെടുത്തിട്ടുള്ളത്. MLAയുടെ നിരന്തര പീഡനത്തിൽ മനംനൊന്ത് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന ഭർത്താവിന്റെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയുടെ നില ഗുരുതരമാണ്. കോവളം MLAയായി M. വിൻസെന്റ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് നിരന്തരമായി ബാലരാമപുരം സ്വദേശിനിയായ വീട്ടമ്മയെ ഫോണിൽ വിളിച്ച് മോശം രീതിയിൽ സംസാരിച്ചു തുടങ്ങിയതെന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകി. മാനസിക പീഡനം വർദ്ധിച്ചതിൽ മനംനൊന്താണ് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ഭർത്താവ് പോലീസിൽ മൊഴി നൽകി. ശല്യം MLA ആയതിനു ശേഷം മുതൽ തുടങ്ങിയ ശല്യമാണ്. അതിനു മുമ്പ് എന്നോട് ഈ കാര്യങ്ങളൊന്നും തുറന്ന് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടാണ് എൻ്റെ 2 ദിവസം മുമ്പാണ് പറഞ്ഞത്. ഫോണിൽ വിളിച്ച ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനെ വഴങ്ങാത്തത് കാരണം കടയിൽ കയറി ഒരു ദിവസം, പിന്നെ വീട്ടിൽ പോയി ഒരു ദിവസം ശല്യം ചെയ്തു. മരുന്ന് കഴിക്കാൻ നിരന്തരം ശല്യം കാരണമാണ്. ശല്യം നമുക്ക് ജീവിച്ചിരിക്കേണ്ട, എനിക്ക് ഇത്രയും നല്ലതായിട്ട് ജീവിച്ചിട്ട് ഈ 51-ാം വയസ്സിൽ ഞാൻ മോശക്കാരി എന്നുള്ള പേര് എനിക്ക് കേട്ട് ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലരാമപുരം പോലീസ് MLAക്കെതിരെ കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി, ഫോണിൽ അസഭ്യം പറഞ്ഞു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. MLAയുടെ ഭാഗത്തുനിന്ന് ഫോൺ വഴി ഭീഷണിപ്പെടുത്തലുണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞത്. വേണമെങ്കിൽ ഇനിയിപ്പോൾ അവർക്കുള്ള മൊഴിയും കൂടെ എടുത്തെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫോൺ കസ്റ്റഡി എടുക്കണം. ബാക്കി അറിയണമെങ്കിൽ അന്വേഷണത്തിന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മോശമായി സംസാരിച്ചായിട്ട് പറയുന്നു. നേരത്തെ പോയി വിലക്കിയെന്ന് പറയുന്നു. പുള്ളി വീട്ടിൽ പോയി വിലക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആവർത്തിച്ചെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് വീട്ടമ്മ വിവിധയിനം ഗുളികകൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മ തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ബോധം വീണ്ടെടുത്തതിനു ശേഷം ഇവരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് കോവളം MLA M. വിൻസെന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. ശല്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ മരിച്ചു കളയുക, ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥയിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എത്തിയത്. ആ വീട്ടമ്മയെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് MLA സ്വീകരിച്ചത്. ഒരു MLA ഒരു പീഡനവീരനായി മാറുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒന്നല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം, ഉടൻ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ. അതാണ് ഞങ്ങൾ പ്രധാനമായി ആവശ്യപ്പെടുന്നത്. തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് M. വിൻസെന്റ് MLA ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആരോപണം ഉന്നയിച്ച സ്ത്രീയെ തനിക്ക് പരിചയമുണ്ട് എന്നും M. വിൻസെന്റ്. തന്റെ പൊതുജീവിതം തുറന്ന പുസ്തകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാകില്ല എന്നും വിൻസെന്റ് MLA.
ഇടുക്കി പീരുമേട് RBT എസ്റ്റേറ്റിന്റെ 6217 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി. 15 ദിവസത്തിനകം ഭൂമി തിരിച്ചുപിടിക്കണമെന്നും സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന ഇടുക്കി പീരുമേട് താലൂക്കിലെ RBT കമ്പനിയുടെ 6217 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം ഉത്തരവിട്ടത്. 15 ദിവസത്തിനുള്ളിൽ ഭൂമി സർക്കാരിലേക്ക് ഏറ്റെടുക്കണമെന്ന് കാണിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശ കമ്പനികൾ കൈവശം വെച്ചതും സ്വാതന്ത്ര്യാനന്തരം മറ്റുള്ളവർ കയ്യേറിയതുമായ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ചുവട് പിടിച്ചാണ് സ്പെഷ്യൽ ഓഫീസറുടെ നടപടി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ട്രാവങ്കൂർ എസ്റ്റേറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പീരുമേട് താലൂക്കിലെ പീരുമേട്, ഏലപ്പാറ, പെരിയാർ വില്ലേജുകളിലായി തോട്ടം നടത്തുന്നതിന് തിരുവിതാംകൂർ സർക്കാർ നൽകിയ 9265 ഏക്കർ ഭൂമിയിൽ നിന്നാണ് RBT കൈവശം വെച്ച ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. സമാന വിഷയത്തിൽ പോപ്സ് എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കൈവശം വച്ചിരിക്കുന്ന 3048 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്നതിനാൽ പിന്നീട് തീരുമാനം കൈക്കൊള്ളും. ഭൂമി ഇപ്പോൾ കൈവശം വച്ചിരുന്ന റാം ബഹദൂർ ദാഖൂർ ലിമിറ്റഡ് എന്ന കമ്പനി ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്നും തെളിഞ്ഞു. കാർഡ് പുറമ്പോക്കായിരുന്ന ഭൂമിയുടെയും സെറ്റിൽമെന്റ് രജിസ്റ്ററിലില്ലാത്ത ഭൂമിയുടെയും രേഖകളാണ് കമ്പനി സ്പെഷ്യൽ ഓഫീസർക്ക് മുന്നിൽ ഹാജരാക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമാണ് നടപടി. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. നഴ്സിംഗ് സമരം ഒത്തുതീർപ്പാക്കാൻ ഹൈക്കോടതി നിയോഗിച്ച മധ്യസ്ഥ സമിതി നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. നഴ്സുമാരും ആശുപത്രി മാനേജ്മെന്റുകളും മുൻ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടത്. നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കും എന്ന് നഴ്സുമാരുടെ സംഘടന ഭാരവാഹികൾ അറിയിച്ചു. ശമ്പളം വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടിൽ ആശുപത്രി മാനേജ്മെന്റുകൾ ഉറച്ചുനിന്നതോടെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമരം ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു UNA കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് പ്രശ്നത്തിൽ സമവായമുണ്ടാക്കാൻ ഹൈക്കോടതി മധ്യസ്ഥ സമിതിയെ നിയോഗിച്ചു. മുതിർന്ന അഭിഭാഷകരടങ്ങുന്ന മധ്യസ്ഥ സമിതി UNA പ്രതിനിധികളെയും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ നഴ്സുമാർ ഉറച്ചുനിന്നു. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച 17,200 രൂപ മാത്രമേ നൽകാനാവൂ എന്നായിരുന്നു മാനേജ്മെന്റ് നിലപാട്. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. നാളെ കൂട്ടയവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് നഴ്സുമാരുടെ സംഘടനാ പ്രതിനിധികൾ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു. ഉള്ളവരെ വെച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളും പറഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി നാളെ നഴ്സുമാരുമായി ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമുള്ള ശമ്പളം നഴ്സുമാർക്ക് നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ പറഞ്ഞു. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളാണ്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പള വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടും എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ നഴ്സസ് സമരം ശൂന്യവേളയിൽ MPമാർ അവതരിപ്പിച്ചതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്. ദിലീപിന്റെ ഡി സിനിമാസ് കയ്യേറ്റ ഭൂമി ഈ മാസം 27-ന് അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ദിലീപ് ഉൾപ്പെടെ 7 പേർക്ക് നോട്ടീസ് അയച്ചു. തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടാണ് നോട്ടീസ് അയച്ചത്. ദിലീപിന്റെ കുമരകത്തെ ഭൂമിയിലും റവന്യൂ സംഘം പരിശോധന നടത്തി. കോട്ടയം ജില്ലാ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കയ്യേറ്റ ഭൂമി യാതൊരു തടസ്സവുമില്ലാതെ ദിലീപിന് എങ്ങനെ വിറ്റഴിച്ചു എന്നതും റവന്യൂ വകുപ്പ് പരിശോധിക്കും. ഡി സിനിമാസ് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് ഇത് പരിശോധിക്കാൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നത്. ഈ മാസം 27-ന് ഭൂമി ഇളക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട് ദിലീപ് ഉൾപ്പെടെ 7 പേർക്ക് നോട്ടീസ് നൽകി. ദിലീപിന് പുറമെ ഡി സിനിമാസിനോട് ചേർന്ന് ഭൂമിയുള്ള 6 പേർക്കാണ് നോട്ടീസ് നൽകിയത്. കയ്യേറ്റം സ്ഥിരീകരിച്ച തൃശൂർ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ കയ്യേറ്റം സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുക എന്നത് സങ്കീർണമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ഭൂമിയിൽ സ്വകാര്യ വ്യക്തിക്ക് ജന്മാവകാശം ലഭിച്ചതും കരമടച്ചതും ഉൾപ്പെടെ ദുരൂഹമാണെന്ന് കണ്ടെത്തി. വെറും പാട്ടഭൂമി വ്യക്തികളുടെ കയ്യിലെത്തിയതും പോക്കുവരവ് ചെയ്തതും സംബന്ധിച്ച വിശദമായ പരിശോധന വേണമെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. രേഖകളിൽ പലതും കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് കയ്യേറ്റ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസ് നൽകിയത്. ദിലീപിന് നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഡി സിനിമാസിന്റെ ഭൂമി സംബന്ധിച്ച കൈവശമുള്ള രേഖകളുമായി പ്രതിനിധികളെ ഹാജരാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചോദ്യം ചെയ്യലിൽ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചെയ്തതായി ബോധ്യമായാൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി. എന്നാൽ അഭിഭാഷകനെതിരെ നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്ന് കോടതി വിലയിരുത്തി. നാളെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുമെന്ന് പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കി. വയനാട് ബാണാസുരസാഗർ ഡാമിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കോഴിക്കോട് കോടഞ്ചേരി സ്വദേശി മെൽവിൻ, പടിഞ്ഞാറത്തറ സ്വദേശി
വിൽസൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പ്രതികൂല കാലാവസ്ഥ കാരണം വൈകുന്നേരത്തോടെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബിനു, സച്ചിൻ എന്നിവരെക്കുറിച്ച് ഇനിയും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. ഞായറാഴ്ച രാത്രി കുട്ടവഞ്ചിയിൽ റിസർവോയറിൽ ഇറങ്ങിയ 7-അംഗ സംഘം അപകടത്തിൽപ്പെടുകയായിരുന്നു. 3 ദിവസങ്ങളായി വനംവകുപ്പും ഫയർഫോഴ്സും വയനാട് തുർക്കി ജീവൻ രക്ഷാ സമിതിയും നാവികസേനയും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ നടത്തിവരികയായിരുന്നു. നാളെയും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന 18 സീറ്റിൽ 10ഉം LDF നേടി. UDFിൽ നിന്ന് 4 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. UDFന് 7ഉം BJPക്ക് 1 സീറ്റും ലഭിച്ചു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന 6 ഉപതെരഞ്ഞെടുപ്പിലും LDF ഇതോടെ തുടർച്ചയായ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ്. LDF സർക്കാർ 1ാം വാർഷികത്തിന് ശേഷം തദ്ദേശ സ്ഥാപനത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഉണ്ട്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ 2 സീറ്റും പത്തനംതിട്ട കോട്ടാങ്ങലിലെ 7ാം വാർഡ് കോൺഗ്രസിൽ നിന്നും കോട്ടയം പാമ്പാടി നൊങ്ങൽ വാർഡ് കേരള കോൺഗ്രസിൽ നിന്നും LDF പിടിച്ചെടുത്തു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മെയ്യിൽ 12 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8ഉം LDF നേടിയിരുന്നു.